നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. നമുക്കിവിടെ എൻ്റെ വീഡിയോ ഇടുന്ന സ്ഥലങ്ങളും ഓഫീസൊക്കെ കുറച്ച് റിനോവേഷൻ്റെ ഭാഗമായിട്ട് പണി നടക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഷൂട്ടിന് തീർത്തില്ല അല്ലേ, മടിയായിരുന്നു. പിന്നില്ലേ നമ്മുടെ ഗീവ് അവേ നടക്കുകയെന്നറിയാമല്ലോ. ബെസ്റ്റ് കമൻറ്റിനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുമാണ് 23-ാം തീയതി ഉള്ള നല്ല കമൻറ്റുകളിൽ നിന്ന് കുറച്ച് കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരു കമൻറ്റ് ലോട്ടിട്ടെടുക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിരിക്കും, ഡ്രസ്സ് തന്നെ ആയിരിക്കും സമ്മാനം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ള ഫങ്ഷൻ വെയർ സാരി കണ്ടോ. എന്നാ സൂപ്പർ സാരി എന്ന് നോക്ക്. ഈ സാരിയുടെ പ്രൈസ് ഗസ് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചിട്ട് മജോറിറ്റി ആൾക്കാരും 1500-ന് മേലെയാണ് പറഞ്ഞത്. ഇത് അത്രയ്ക്കും വിലമതിപ്പ് തോന്നുന്ന ടൈപ്പ് സാരിയാണേ. എന്താ ഇതിപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ഒനിയൻ ഷെയ്ഡാണേ. നല്ല ഭംഗിയാണ്, പേസ്റ്റൽ കളറിന് നല്ലൊരു ഭംഗി. ഇത്രയും കുറഞ്ഞ റേറ്റിൽ ആ ഒരു ഭംഗിയും കാര്യങ്ങളും അത്രയും സോഫ്റ്റ് സിൽക്കും എല്ലാം കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ തപ്പുന്നതാണ് പച്ചന്നേരം പോകും. ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു പാർട്ടാണ്. ഇങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു മുന്താണി. അവിടെ വരുമ്പോൾ ഒരു കോഫിയല്ല, ഒരു മെറൂൺ ഷെയ്ഡ് വരും. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു ബ്ലാക്ക് സെറിയുടെ ഒരു ഇതും കൂടെ പോകുന്നുണ്ട്. ബ്ലൗസ് ആണെങ്കിൽ ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ്, നല്ല ചില്ലി റെഡ് കളറുള്ള ബ്ലൗസ്. ഇതിൻ്റെ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സെറി പോലെ ഈ ഒരു റെഡ് പോകുന്നുണ്ട്. ആ റെഡാണ് ഇത് വന്നിരിക്കുന്നത്. ഫുൾ ബുട്ടാസാണ്, നല്ല ഭംഗിയാണ്, അതിമനോഹരമായിട്ടുള്ള സാരിയാണ്. ഉടുക്കാനും സുഖമാണ്, നല്ല രസമാണ്. എൻ്റെ ഒരു വിശേഷണം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ഏറ്റവും ആകർഷകത്വം അതിൻ്റെ റേറ്റ് തന്നെയാണ്. അതിൻ്റെ അടുത്ത കളറ് ബോട്ടിൽ ഗ്രീൻ. ഇത് ഗോൾഡൻ അല്ല കേട്ടോ, ശരിക്കും കോപ്പറും അല്ല ഗോൾഡനും അല്ല. ഈ ഗ്രീനിൻ്റെ ഒരു മിക്സ് വന്നിട്ട്, കോപ്പറയിൽ ഒരു ഗ്രീനിൻ്റെ മിക്സ് വന്നിട്ട് വരുന്ന ഒരു സെറിയാണ്. നല്ല എടുപ്പാണ് സാരി വെച്ച് നോക്കുമ്പോഴത്തേനുമേ. മുന്താണി വന്നിട്ട് വരും. ആ മുമ്പേ വന്ന ഒനിയൻ്റെ കളറിലെ ആ ഒരു ഒനിയൻ കളറാണ് മുന്താണിയായിട്ട് വരുന്നത്. ബ്ലൗസ് വരുമ്പം റെഡ് ആയിരിക്കാം. നമുക്ക് നോക്കിയാലോ, നോക്കിക്കൂടെ. ബ്ലൗസ് റെഡെന്ന് പറഞ്ഞാൽ നല്ല ചില്ലി റെഡ് ഷെയ്ഡ്. നിങ്ങളിതിൻ്റെ റേറ്റാണ് ഏറ്റവും കൂടുതൽ. റേറ്റിന് ഡബിളല്ല ത്രിബിള് തോന്നിക്കും. അത്രയും നല്ല ഭംഗിയുള്ള സാരിയാണ്. ദൈവമേ, 899 രൂപയുള്ളൂ കേട്ടോ. ഞാനിതിൻ്റെ വില 999 ആണെന്നോർത്ത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. സത്യമായിട്ടോ, അതാ ഞാൻ പറഞ്ഞത് അതിൻ്റെ ട്രിപ്പിൾ തോന്നിക്കുന്നു. അതിൻ്റെ തന്നെ വേറെ ചെറിയ വ്യത്യാസമുള്ള ഒരു സാരി. റേറ്റ് ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതും അത് തന്നെ. 899 ഒക്കെ ഇത്രയും നല്ല സാരി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു. നല്ല പേസ്റ്റൽ കളറ്. ഇതിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കളറാണേ, നല്ല പേസ്റ്റൽ കളറാണ്. ഈ കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഈ കളറിന് ഭയങ്കര എടുപ്പില്ല, ഡൗൺ ആയി പോകുന്നു. പക്ഷേ ഈ കളറ് എല്ലാവർക്കും, കളറുള്ളവർക്ക് ഒന്നും കൂടെ അഴക് തരും. കളറ് ഇച്ചിരി മീഡിയം കളറാണേലും കളർ ഇച്ചിരി കുറവാണെങ്കിലും ഏത് കളർ ടോണിലുള്ളവർക്കും നല്ല ഭംഗിയായിട്ടുള്ള സാരി ആയിരിക്കും ഇത്. ഉണ്ടോ, ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഇതുണ്ട്, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഗോൾഡൻ സെറിയാണ് പോകുന്നത്. നല്ല അതിങ്ങനെ താഴെ വരെയുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയുണ്ട്. 899 രൂപയുടെ സാരിക്ക് ഇത്രയും മതിപ്പ്. അതും വീവിങ് ആണ് താനും, ഒന്നും പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, വീവിങ് ആണ്. നല്ല സോഫ്റ്റാണ് സ്റ്റഫ്. ഇത് കണ്ടോ, ഇവിടെ ഒന്നും ഇങ്ങോട്ട് നോക്ക്, ഉണ്ടോ, ഒട്ടും കനമില്ല. ഇതിൻ്റെ അകത്തെ ഇതാണെങ്കിലും കുത്തിക്കൊള്ളുന്ന രീതിക്കും അങ്ങനെ ഒന്നുമല്ല. നല്ല സോഫ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീവിങ് ചെയ്തിരിക്കുന്ന പോലും നല്ല പേസ്റ്റൽ ചാർട്ട്. ആകെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഇനി വേറൊരു മോഡൽ സാരിയാണ്. അത് റേറ്റ് എനിക്ക് തോന്നുന്നു എല്ലാം സെയിമാണ്. റേറ്റ് ഏകദേശം എല്ലാം സെയിമാണ്. ബ്രൊക്കേഡ് സാരി. ഇതും ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ലതായിട്ട് സോഫ്റ്റാണ്. നല്ലൊരു ബോർഡർ ഉണ്ടോ, ബോർഡർ പ്ലെയിനാണ്, ഒന്നും അതിൻ്റെ കൂടെ ഇല്ല, പ്ലെയിനാണ്. ഇതിപ്പം വന്നിട്ട് നല്ല മസ്റ്റാർഡ് യെല്ലോയും ഒരു പീച്ച് ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത് ബോർഡറായിട്ട്. നല്ല കളറാണ്, കളർ കോമ്പിനേഷൻ നല്ലതാണ്. പിന്നെ മുന്താണി വരുമ്പോഴത്തേനും ഇത് ഇങ്ങനെ വരും, ഉണ്ടോ.
ഇങ്ങനെ വരും മുന്താണി. താഴോട്ടുണ്ട്, ഇതുണ്ട്, അകത്തോട്ടുണ്ട് ഇത് മുന്താണി. ഇത് തന്നെ മുന്താണിയുടെ അത് തന്നെ നല്ല ബ്ലൗസ്, ബ്രൊക്കേഡ് ബ്ലൗസാണ്. പക്ഷേ ഉണ്ടല്ലോ എന്നാ സോഫ്റ്റാണ് നിങ്ങൾ നോക്ക്. നല്ല ഭംഗിയാണ് ബ്ലൗസിൻ്റെ ഒരു സ്റ്റഫും കാണാനായിട്ട്, ആ ഒരു ബോർഡറുമായിട്ട്. അത് ആ ഒരു കോമ്പിനേഷൻ വന്ന് ഉടുത്ത് കഴിയുമ്പോഴേ ഭംഗി അതിൻ്റെ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. റേറ്റാണ് ഏറ്റവും അട്രാക്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ വീവിങ് സാരിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണമല്ലോ. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. കണ്ടത് മസ്റ്റാർഡ് യെല്ലോ അല്ലേ, ഇത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. ബോഡിയെ കൂടെ പോയിരിക്കുന്ന ആ ഒരു ബ്രൊക്കേഡിൻ്റെ ഇതില്ലേ, ബ്രൊക്കേഡ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും ഭയങ്കര പടുപടാന്നാണോ നിൽക്കുന്നത്. നോക്കിത് കണ്ടോ, സോഫ്റ്റാണ്. നേവി ബ്ലൂവും വിത്ത് ഒരു 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 പർപ്പിളിൻ്റെ ഒരു സാമ്യത തോന്നുന്ന ഒരു ഷെയ്ഡാണ് ബോഡിക്ക് വന്നിരിക്കുന്നത്. അത് ശരിക്കും പർപ്പിൾ അല്ല, ഈ ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് അടിച്ച് അങ്ങനെയാണ് അതിൻ്റെ വീവിങ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബോഡി അങ്ങനെ. മുന്താണിയും ബ്ലൗസും സെയിമാണ്. ഇതാണ് മുന്താണി, അത് തന്നെയാണ് ബ്ലൗസായിട്ട് വരുന്നത്. അകത്ത് ബ്ലൗസ് ഉണ്ട്, ഇത് തന്നെയാണ് മുന്താണി. ഇതുണ്ടോ, ഇങ്ങനെ മുന്താണി വരും. നല്ല സോഫ്റ്റാണ് ബ്ലൗസ്, അത് തന്നെ. നല്ല രസമാണ്. നല്ല രസമാണെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്, ഉറപ്പ് കാര്യം. ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാം നൂർത്ത് നമ്മളിപ്പോൾ ഈ പർച്ചേസിന് പോകുമ്പോഴേ നമ്മൾ ഒത്തിരി എണ്ണമല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോഴത്തേനും നമുക്ക് എല്ലാം ഇങ്ങനെ നൂർത്തൊന്നും പറ്റത്തില്ലേ. പക്ഷെ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിക്കുന്ന സമയത്താണ് ശരിക്കും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അതൊരു അബദ്ധമായി പോകുന്നത്. എല്ലാം നൂർത്ത് കണ്ടിട്ട് എന്നിട്ട് വേണം സ്റ്റോക്ക് എടുക്കാൻ, എണ്ണം എടുക്കാൻ, നമ്മൾ ഓർഡർ എടുക്കാൻ. അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പം എനിക്ക് പറ്റിയ പോലെ പറ്റും, എന്നാ സ്റ്റോക്ക് കുറവായി പോകും. ഇതാ അതിമനോഹരമായിട്ടുള്ള ഒരു ബനാറസി സാരി. പല ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത് കേട്ടോ. മുമ്പത്തെ റേറ്റ് അല്ല, റേറ്റ് വ്യത്യാസം കാണും. എനിക്ക് തോന്നുന്നു 1000 എബോവ് റേറ്റ് ഉണ്ടെന്ന്. അടിപൊളിയായിട്ടുള്ള മാംഗോ യെല്ലോ വിത്ത് ഗ്രീൻ. അയ്യോ, എനിക്കിത് കൊടുത്ത് കാണിക്കണേ, എൻ്റെ ദൈവമേ, എനിക്കിത് വേണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഞ്ഞയും ഇതും കൂടെ കാണിച്ചില്ലേ, ജൂട്ട് സാരി. അതിന് വന്ന് ഓർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് പ്രീ ബുക്കിംഗ് എടുക്കാവോ എന്ന് ചോദിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രീ ബുക്കിംഗ് എടുക്കാൻ നമുക്കിപ്പം നിവൃത്തിയില്ല. കാരണം അത് കുറച്ചുകൂടി വീവിങ് ഒക്കെ ചെയ്ത് പോയി വരുമ്പോൾ സമയം എടുക്കുമ്പോൾ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പ്രീ ബുക്കിംഗ് എടുത്തിട്ടില്ല. വരുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കാം കേട്ടോ, മാക്സിമം പബ്ലിസിറ്റി തന്ന വീഡിയോ കാണിക്കാം. ഇത് മുന്താണി. അരഞ്ഞത് മാറിപ്പോയി, അത് മുന്താണിയല്ല, മുന്താണി ഒരറ്റത്തായിരുന്നു ബ്ലൗസ്. ഇതാണ് മുന്താണി, ഉണ്ടാവും. നല്ല ബ്രൊക്കേഡിൻ്റെ സോഫ്റ്റായിട്ടുള്ള ബനാറസി സാരിയാണ്. ഇതാ ഇത് വരും ബ്ലൗസ്. സിൽവർ വീവിങ്, ഇങ്ങനെ കയ്യിലും ബോർഡർ വെക്കാം, മുന്താണിയുടെ അറ്റത്ത് ബോർഡറുണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു അടിപൊളിയാണ്. കളറ് ഓവറാണോ എന്ന് എനിക്ക് അറിയത്തില്ല ലൈറ്റ് വെട്ടത്ത്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഈ കളറ് നല്ലൊരു ഭംഗിയാണ്, ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു കളറാണ്. കളറ് നല്ല തെളിഞ്ഞ യെല്ലോയാ, മാംഗോ യെല്ലോയാ. പക്ഷെ അതൊരു ഭംഗിയാണ്. ഒരിക്കലും അയ്യോ ഇതെന്ത് കളറാണ് അങ്ങനെ ഒരാൾ പോലും പറയുമെന്ന് എനിക്ക് തോന്നും. അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ. മനുഷ്യർ എന്ത് അമ്മയെ തല്ലിയാലും 2 വർഷം എന്ന് പറയുന്ന ലോകമല്ലേ. അപ്പോൾ അങ്ങനെയും പറയുമായിരിക്കാം. പക്ഷെ ഇതൊന്നും മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോകത്തില്ല. ഇതിലെ ആ ബുട്ടായി ഒരു എന്നാ പറയുന്നത്, ബ്ലാക്ക് സെറി ആയിട്ടുള്ള വീവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ആ ബുട്ടായും അങ്ങനെ തന്നെയാണ്. അടിപൊളി കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം സാരി കിട്ടാത്തവർ ഇത് വാങ്ങിച്ചാലും വലിയ മാറ്റമില്ല. ഇതിൽ കൂടെ ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇത് ബനാറസി സിൽക്കാന്നുള്ള ഒരു വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ റേറ്റ് എനിക്ക് തോന്നുന്നു അതിനെ കഴിഞ്ഞും കുറവ് ഇതിനാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. അറിയത്തില്ല, ഓർമ്മ വരുന്നില്ല. റേറ്റ് നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, റീസ്റ്റോക്ക് സാരിയാണ് നമ്മുടെ പട്ടോള സോഫ്റ്റ് സാരി. ഇത് കണ്ടോ, പട്ടോള സിൽക്ക് എന്ന് പറയാൻ, പട്ടോളയുടെ കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല, സിൽക്ക് സാരി. പട്ടോളയുടെ ഒരു സാരിയാണ്. പട്ടോളയ്ക്കുള്ളൊരു പറയാൻ സിൽക്കി എഫക്റ്റ് ഭയങ്കരമായിട്ടില്ല, ഭയങ്കര ഒരു ഭംഗിയാണ്. ഇത് കണ്ടോ, സോഫ്റ്റാണ്. ഇതാണ് അതിൻ്റെ സ്റ്റഫ്. ഞാൻ എന്തോരം കൊടുത്തിട്ടുള്ള സാരി അന്നൊരു കയ്യും കണക്കും ഇല്ലാത്ത രീതിക്ക് പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ മെറൂൺ കളറിനാണ് ആരാധകർ ഭയങ്കരമായിട്ട് കൂടുതൽ. പക്ഷേ മെറൂൺ കളർ എപ്പോഴും കിട്ടത്തില്ല. അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും. അതിൻ്റെ എല്ലാം സെൽഫ് ഡിസൈനും ഈ ഒരു കോപ്പർ വീവിങ്ങും കൂടിയാണ് വന്നേക്കുന്നത്. അതാണ് അതിൻ്റെ ഭംഗിയും അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ എടുപ്പ് എല്ലാം അത് തന്നെയാണ്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഉണ്ടല്ലോ സെയിമാണ്. ഇതുണ്ടോ സെയിം എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് വ്യത്യാസപ്പെട്ട് അല്ല, സെയിമാണ്, റണ്ണിങ് ബ്ലൗസ് തന്നെയാണ്. ഇതാണ് ബ്ലൗസ്. ഈ ഒരു കോപ്പർ വീവിങ് നിങ്ങൾ നോക്കുക, അതിനാണ് ഭയങ്കരമായിട്ടുള്ള ഭംഗി, എടുപ്പ്. നമുക്ക് നല്ല ശരീരത്തോട് ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും അയ്യോ ഇതൊത്തിരി പറന്ന് നിൽക്കും, ഒത്തിരി വലിയ ഭൂമെന്നായി പോയില്ല. ശരീരത്തോട് നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫാണ് ഇതിന്. ഉണ്ടോ, ഇതിൻ്റെ ഈ കളർ ചേഞ്ചസ് കാണിച്ചു തരാം.
ഇതിന് കളർ ചേഞ്ച് മാത്രമല്ല പ്രിന്റിലും വ്യത്യാസമുണ്ട്. സ്റ്റഫ് പട്ടുള്ളതാണേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ടെമ്പിൾ ബോർഡറാണ് ഇതിന് പോയിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറിൻ്റെ രണ്ട് സൈഡിലും ഒരേ വീതിയാണ്. കണ്ടോ, ഈ തമിഴിലത്തെ ബോർഡറിനും താഴത്തെ ബോർഡറിനും ഒരു വീതിയ. ബോഡിയിൽ ഓൾ ഓവർ ആയിട്ടുള്ള വീവിങ്, ഒരു സിൽവർ വീവിങ്ങാണ് പോകുന്നത്. പിന്നെ ഇത് മുന്താണി കണ്ടോ, ബ്ലൗസ് ഞാനൊന്ന് നോക്കിയോട്ടെ. ബ്ലൗസ് അത് തന്നെ കേട്ടോ. വീഡിയോയുടെ ക്യാമറ ഓണാക്കുന്നതിന് മുന്നേ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നമുക്കൊക്കെ ചിലപ്പോൾ പറ്റാറില്ല. അപ്പുറത്തെ തലക്കിലെ ഫോൺ കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പുറത്ത് കുറച്ച് നേരം കഴിയുമ്പോഴും മനസ്സിലാകുന്നേ അപ്പുറത്തെ കട്ടായിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ചിരിയൊക്കെയോ ക്യാമറയെ നോക്കി. പക്ഷെ ക്യാമറ ഇവിടെ ഓണല്ലായിരുന്നു. ഇനി അതിൻ്റെ വേറൊരു കളർ കേട്ടോ. ഇത് ഇപ്പം വന്നിട്ട് ഒരു ഒനിയൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണേ. ഇത് വന്നിട്ട് ഗ്രീൻ. ഇന്ന ഷെയ്ഡെന്ന് പക്കായിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല. ഗ്രീനാണ് കൂടുതൽ. അതിൻ്റെ കൂടെ സിൽവർ പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വീവിങ് ഇടയ്ക്ക് പോയേക്കുന്നത് കൊണ്ട് രണ്ട് മിക്സഡ് ആയിട്ടുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. നല്ല കളേഴ്സാണ്, നല്ല പേസ്റ്റൽ കളേഴ്സാണ്. ഇത് വരും ബോഡി കണ്ടോ. മുന്താണി ഇതേ ഇങ്ങനെ നമ്മൾ കാണിച്ചത് തന്നെ, സെയിം തന്നെ, കളറിൽ മാത്രം വ്യത്യാസം. ബ്ലൗസ് എന്ന് പറയുന്ന റണ്ണിങ് ആണ്, സെയിം ബ്ലൗസ് തന്നെയാണ്. ഇനി വേറെ ബ്ലൗസ് ഇടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സിൽവർ അങ്ങനത്തെ ഒക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇടാം. ഇനി ഇച്ചിരി കൂടി അതിനകത്ത് തെളിഞ്ഞ കളർ വേണമെങ്കിൽ, തെളിഞ്ഞ കളർ മതി എന്നാണെങ്കിൽ ഇതാ മുമ്പത്തെ പോലെ തന്നെ ഇപ്പോൾ കാണിച്ച രണ്ടെണ്ണത്തിനും ഇതിന് മുന്നേ കാണിച്ച രണ്ടെണ്ണത്തിനും ബോർഡറും മുകളിലത്തെയും താഴത്തെയും ബോർഡറിനും ഒരു വീതി തന്നെയായിരുന്നു. ഇതിനങ്ങനെയല്ല. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരു റോസ് കളറില്ലേ, പിങ്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. നല്ലൊരു കളർ, വാടാമുല്ലയുടെ നേർത്ത് വരുന്ന ഒരു കളർ, പിങ്ക് ഡാർക്ക് വരുന്ന ഒരു ഷെയ്ഡ്. എന്നിട്ട് സിൽവർ ബോർഡർ. ഈ താഴത്തെ ബോർഡറിന് നല്ല വീതിയുണ്ട്, മുകളിലത്തെ ബോർഡറിന് അത്രയും വീതിയില്ല. ആ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേന്ന്. ഇതിൻ്റെ മുന്താണിയിലാകുമ്പോൾ ചിലപ്പോൾ എടുത്തറിയായിരിക്കുമേ. ഒത്തിരി ഒന്നും തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നതല്ല, ഇങ്ങനെ നിഴലടിക്കുന്ന പോലെ നിൽക്കുന്ന ഒരു മുന്താണിയാണ് അതിൻ്റെ സ്റ്റൈല്. കണ്ടോ, ഇത് പട്ടോളയുടെ തന്നെ, പട്ടോളയുടെ കട്ടി കൂടി തന്നെയാണ്. നമ്മളിപ്പോൾ കോട്ടൺ എടുക്കുവാണെങ്കിൽ ഏതെല്ലാം ടൈപ്പ് കോട്ടൺ ഉണ്ട്. മൽ കോട്ടൺ ഉണ്ട്, പിന്നെ കോട്ടായുണ്ട്, സ്റ്റാർച്ച് മുക്കൊണ്ടതുണ്ട്, സ്റ്റാർച്ച് ചെയ്യേണ്ടാത്തതുകൊണ്ട്, അങ്ങനെ പലതില്ല. എന്ന് പറഞ്ഞ പോലെ ഇത് ഇച്ചിരി കൂടി സ്റ്റിഫാണ്. ഇത് കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വരച്ച് വിട്ട് കഴിഞ്ഞാൽ, പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. മറ്റേ പോലെ ഭയങ്കര സോഫ്റ്റ് അല്ല. ഉടുത്ത് വെച്ചാൽ അതേപടി ഇരിക്കും. നമ്മുടെ കോട്ടൺ സാരി ഇപ്പം സ്റ്റാർച്ച് മുക്കേണ്ട ടൈപ്പ് കോട്ടൺ സാരി എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ മുന്താണി. കോപ്പർ വീവിങ് വരുന്ന നല്ല ഭംഗിയുള്ള മുന്താണി. എല്ലാം കോപ്പറാണ് വീവിങ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഉണ്ട്, ഇതാണ് ബ്ലൗസ്. ഈ ഒരു സിക്സ് ആഗ് പോലത്തെ ഒരു പ്രിന്റ് വരുന്നതാണ് ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ ഒരു ഗ്രീനാണ്. ഗ്രീനാണേലും കോപ്പർ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് ഇത് എന്താണ് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഗ്രീനാണ്. പക്ഷെ കോപ്പർ നിറച്ച് ഫുൾ വീവിങ് ഗ്രീൻ ആയതുകൊണ്ട്, കോപ്പർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്തറിയത്തില്ല. ഞാൻ പിന്നെ ഒരു സാധനം കൂടെ കാണിക്കാം. ക്രിസ്മസ് ആയിട്ട് അത് കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ക്രിസ്മസിൻ്റെ കുറച്ച് കമ്മലുകൾ വേഗം കാണിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വാങ്ങിച്ചോ, അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ഗാദറിങ്സ് ഇല്ലേ, നല്ല സുന്ദരീ മണികളായിട്ട് പോണ്ടേ. ക്രിസ്മസിൻ്റെ ഇല്ലേ കുറച്ച് കമ്മൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ വേറെ ഒന്നും കാണിക്കുന്നില്ല. അടിപൊളിയായിട്ടുള്ള കമ്മൽ ക്രിസ്മസിൻ്റെ എന്ന് പറയുന്നേ ഉള്ളൂ. റെഡ് കാണുമ്പോൾ നമുക്കിപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എല്ലാം റെഡ് കാണുന്നതെല്ലാം നമുക്ക് ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുമല്ലോ. റെഡ്, വൈറ്റ്, അങ്ങനെ പല ബ്ലാക്ക്, അങ്ങനെ പല കളേഴ്സുണ്ട്. ഇത് ശരിക്കും ആ ഒരു റെഡും ഗ്രീനും സിൽവറും കൂടെ വന്നേക്കുന്നതുകൊണ്ട് നമുക്കൊരു ക്രിസ്മസിൻ്റെ ഒരു ടച്ച് കൊടുക്കാം. പിന്നെ വേറൊന്ന്, ഇതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ദേ ഇങ്ങനെ ഇരിക്കും കമ്മലൊന്ന്. ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കാവേ. ഒരു നല്ല ഡാർക്ക് ക്രിസ്മസ് റെഡിൻ്റെ കളറുള്ള ഒരു മുത്തും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് വരുന്ന ഒരു കമ്മൽ. ബാക്കിൽ സ്റ്റഡിലിടുന്ന പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഹാങ്ങിങ് വരുന്നൊക്കെ ഒരു കമ്മൽ. അതിൻ്റെ മുത്തുകളിൽ വ്യത്യാസമുണ്ട്. ഈ റെഡ് വരുന്ന സ്ഥാനത്ത് ബ്ലാക്ക് വരുന്നതുകൊണ്ട് വൈറ്റ് വരുന്നതുകൊണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം.
നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഒരു പാർട്ടി ടച്ചൊക്കെ തരും. നല്ലൊരു നമുക്ക് ഗാദറിങ്സിനൊക്കെ ഇടാൻ നല്ലൊരു കമ്മൽ. ഇനി ഇതേ ക്രിസ്മസിൻ്റെ തന്നെ വേറൊരു കമ്മൽ ഞാനൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി കമ്മൽ. നല്ല ചുമ്മാ കുഞ്ഞായിട്ട് ഇങ്ങനെ കിടന്ന് ആടും. ഇതുണ്ട്, ഇങ്ങനത്തെ ഹാങ്ങിങ് ആണ്. പുറകെ ബാക്ക് സ്റ്റഡല്ല, അങ്ങനത്തെ ഒരു ഹാങ്ങിങ്. ഒരു ഇലയും 2 മുത്തും. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ വേറൊരു ടൈപ്പ് കമ്മലാണ്. ഇത് കണ്ടോ, കാണാമോ? ഇതിന് പല കളറിൽ പേസ്റ്റൽ കളേഴ്സാണ് എല്ലാം മുത്ത് വന്നിരിക്കുന്നത്. അത് വൈറ്റ്, ഒരു ക്രീം ഷെയ്ഡുണ്ട്, ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡുണ്ട്, ഒനിയൻ ഷെയ്ഡുണ്ട്, പൗഡർ ബ്ലൂ ഷെയ്ഡുണ്ട്, ആഷിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അങ്ങനെ പല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ്. കാതിൽ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു ഹാങ്ങിങ്ങും ഉണ്ട്. നല്ലൊരു ഭംഗി കിട്ടും. ഇതിൻ്റെ ഈ മുത്ത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള മുത്താണ്. നമ്മൾക്ക് ഇങ്ങനെ കമ്മലേ വരുന്ന മുത്തുകൾക്ക് പല ക്വാളിറ്റിയിൽ വരും. അപ്പോൾ അതനുസരിച്ച് റേറ്റിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. ഇതേ വേറൊരു കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇച്ചിരി കൂടെ ഹാങ്ങിങ് ഉണ്ട്. മുമ്പേ കണ്ടതിൻ്റെ കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഇത് കണ്ടോ. ഇതും അതുപോലെ തന്നെ കളേഴ്സ് എല്ലാം കാണാവോ? ഇഷ്ടമുള്ളൊരു സാരി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആവും. അല്ലെങ്കിൽ പിന്നെ കമ്മൽ വാങ്ങിച്ചിട്ട് പിന്നെ ഷിപ്പിങ്ങിന് ഇത് പൈസ കൊടുക്കണം. ഇനി ഒരു സ്റ്റഡും കൂടെ കാണിക്കും, ഒരൊറ്റ സ്റ്റഡും കൂടെ. ഇത് കണ്ടോ, പല കളറിലുള്ള. ഇതും ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആയിട്ട് വന്നേക്കുന്ന ഇതെല്ലാം കേട്ടോ. റെഡ് ഉണ്ട്, ഒരു പൗഡർ ബ്ലൂ ഉണ്ട്, ഒരു പിങ്ക് ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.